ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെമീസ് ക്രിയേഷൻ. അപ്പോൾ ഗേസ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല വായിലിട്ട് അലിഞ്ഞ് പോണ രീതിയിലുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ അത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇളനീർ പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അത് ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടാണ് പുഡിങ് സെറ്റാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെങ്ങാണ്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഇളനീർ പുഡിങ് നല്ല അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. നമ്മൾ പാർട്ടികളിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുണ്ടാക്കിയാണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഈ പുഡിങ് ഒന്ന് മെൽറ്റായി കിട്ടാൻ പെട്ടെന്ന് ഒന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുഡിങ്ങിൻ്റെ മെയിൻ താരം ഇതാക്കണം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഇളനീരിൻ്റെ കാമ്പാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. വലിയ ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ഇളനീരിൻ്റെ കാമ്പ് എടുത്താൽ മതി. അപ്പം നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് കണ്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു 3 പീസ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്ന് നമ്മുടെ പുഡിങ്ങിന് മഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് കുതിർന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ പുഡിങ്ങിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പാനിലേക്ക് അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗവിൽ ഒരുമിച്ചാണ് കേട്ടോ അത് വെക്കേണ്ടത്. അപ്പോൾ ഞാനൊരു സ്റ്റൗവിൽ നമ്മളെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റേ സ്റ്റൗവിൽ നമ്മൾ പാല് വെച്ച് കൊടുക്കാം. അപ്പോൾ പാലിൻ്റെ മിക്സൊക്കെ ഒന്ന് റെഡി ആയി വരുന്ന സമയം കൊണ്ട് ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് മെൽറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയായിട്ട് ചേർക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മൾ ഇടവിട്ടുകൊണ്ട് നമ്മളെ ചൈന ഗ്രാസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിലുള്ള കട്ടകളൊക്കെ നമ്മൾ നന്നായിട്ട് അടച്ച് നന്നായിട്ട് ഇത് മെൽറ്റാവണം. അപ്പോൾ ചൈന ഗ്രാസൊക്കെ ഏകദേശമൊക്കെ മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാലൊക്കെ അവിടെ നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. ചൂട് കൊടുക്കണേ നമ്മളിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല മധുരം മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴുള്ളത് തണുത്ത സെറ്റ് ആകുമ്പോൾ അതിൻ്റെ പുഡിങ്ങിൻ്റെ മധുരമൊക്കെ കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് 1/4 കപ്പ് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ അവൻ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് കുറേശ്ശെ പാർന്നുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തിളക്കാൻ നിൽക്കരുത് കേട്ടോ. തിളക്കാൻ നിന്നാൽ നമ്മളെ പാലൊക്കെ പിരിഞ്ഞു പോകും. ചൈന ഗ്രാസും പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഇളനീരിൻ്റെ കാമ്പ്. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയിലിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് നമുക്ക് ഈ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അത് ചൂട് കൊടുക്കുന്ന ചേർക്കാം കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കിട്ടില്ല. നമ്മൾ ഈ ചൂട് കൊടുക്കുന്ന നമ്മൾ ഏത് പുഡിങ് ട്രേയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് വെച്ചാൽ അതിലേക്ക് നമ്മൾ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം തന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ 2 ഇളനീരിൻ്റെ കാമ്പ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒന്നും കൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഈത്തപ്പഴം അതോടൊപ്പം തന്നെ ബദാമും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇളനീരിൻ്റെ കാമ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിനി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 2 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിതാ ഫ്രിഡ്ജിലൊക്കെ 2 മണിക്കൂർ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ പുഡിങ്ങൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല തൊട്ടാലൊക്കെ നല്ല ഒരു പഞ്ഞി പോലെ ഉണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻറ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പാർട്ടികളിലും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കത് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി പുഡിങ്ങാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.
നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.